നമസ്തേ. എജുലേവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എജുലേവിൽ ഇന്ന് അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെന്റർ പ്രിൻസിപ്പലും ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബാണ് പാലക്കാട് നിന്നും അതിഥിയായി ചേരുന്നത്. ഇതിനെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊന്നിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിലേക്ക് വിളിക്കാം. സ്വാഗതം ഡോക്ടർ ഇജു ലൈവിലേക്ക്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെന്ററും ഐ ഹോസ്പിറ്റലും രാജ്യത്ത് തന്നെ ആരോഗ്യ രംഗത്തെയും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെയും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് അറിയാൻ നമുക്കേറെ താല്പര്യമുണ്ട്. അത് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെന്റർ കേരളത്തിലെ only റിസർച്ച് സെന്റർ ഇൻ ഒപ്റ്റോമെട്രിയാണ്. വേറെ ഒരു ഒപ്റ്റോമെട്രി കോളേജിൽ കേരളത്തിലെ റിസർച്ച് സെന്റർ ഗവൺമെന്റ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് കൊടുത്തിട്ടില്ല. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടാനുള്ള കാരണം വെച്ചാൽ ഇവിടുന്ന് എക്സെപ്റ്റ് ചെയ്യുന്ന റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞ ഒരു 5 വർഷത്തിലൊരു 17 പേപ്പറെങ്കിലും ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെന്ററിൽ 17 പേപ്പേഴ്സ് എങ്കിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിസർച്ച് നടക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് ഒരുപാട് ലേറ്റസ്റ്റ് ഒപ്റ്റോമെട്രിയിൽ എന്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അതിലേക്കുള്ള എക്സ്പോഷർ അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒപ്റ്റോമെട്രി കോളേജ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഒരു കോൺടാക്ട് ലെൻസ് അസോസിയേഷൻ ഉണ്ട്, അയാക്ടൽ എന്ന് പറഞ്ഞു, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് കോൺടാക്ട് ലെൻസ് എഡ്യൂക്കേറ്റേഴ്സ്. അതിലെ കേരളത്തിലെ വൺ ഓഫ് ദി എക്സാമിനേഷൻ സെന്റേഴ്സ് ഓഫ് അയാക്ടൽ അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയും റിസർച്ച് സെന്ററും. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയും റിസർച്ച് സെന്ററും. അപ്പം ഈ അയാക്കൽ എക്സാം ഇവിടെ നമ്മുടെ സ്റ്റേറ്റിന് പാസ്സാകുന്ന സ്റ്റുഡൻസിന് ദേ കൻ അപ്പിയർ ഫോർ ദിസ് അയാക്കൽ എക്സാം ഓൾസോ. അയാക്കൽ എക്സാം ഇസ് എൻ ഇന്റർനാഷണൽ എക്സാം. ആ ഇന്റർനാഷണൽ എക്സാമിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ്ലി, തേർഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു FBDO പ്രോഗ്രാം ഉണ്ട് അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലെ FBDO പ്രോഗ്രാം ഇസ് അസോസിയേറ്റഡ് വിത്ത് the British Society of Opticians. British Society of Opticians, you might associate with the FBDO program. Only optometry college in Kerala that has this FBDO program. പിന്നെ നമുക്ക് കേരളത്തിൽ വേറെ ഒരു കോളേജിലോ FBDO പ്രോഗ്രാം ഇല്ല. നമ്മുടെ ഈ FBDO പ്രോഗ്രാം നമുക്ക് ഒപ്റ്റോമെട്രി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പാരലായിട്ട് നമുക്ക് ചെയ്യാം. പാരലായിട്ട് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ FBDOയും നമ്മുടെ ഒപ്റ്റോമെട്രിയും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കോമൺവെൽത്ത് കൺട്രീസ് എവ്രിവെയർ ഇൻ ദ വേൾഡ് നമുക്ക് ലൈസൻസ് ഇല്ലാതെ നമുക്കൊരു ഒപ്റ്റീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കോമൺവെൽത്ത് കൺട്രീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഓൾ ദീസ് കൺട്രീസ്. നമുക്ക് ഒരു ലൈസൻസും വേണ്ട, നമ്മുടെ ഈ ഡിഗ്രി കൊണ്ട് നമുക്ക് നേരെ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ബാക്കി എല്ലാം നമ്മുടെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഒപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റീഷ്യനായിട്ട് വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ലൈസൻസിന് എക്സാം ഉണ്ട്, അത് പാസ്സാക്കേണ്ടി വരും. പക്ഷെ FBDO ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. ഡോക്ടർ സജീവ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര മികവ് തന്നെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? റൈറ്റ്, അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിൽ 3 ടൈപ്പ് കോഴ്സസ് നടത്തുന്നുണ്ട്. ഡിപ്ലോമ ഓഫ് ഒപ്റ്റോമെട്രി ഉണ്ട്, ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള. അത് അഡ്മിഷൻ ഇസ് ത്രൂ ദ ഗവൺമെന്റ് ഓഫ് കേരള. അതിൽ 50% സീറ്റ്സ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ, 50% മാനേജ്മെന്റ് കോട്ട ഉണ്ട്. അപ്പം ഈ സമയമാണ് ഇപ്പം അഡ്മിഷൻ നടക്കുന്ന സമയം. അപ്പം ഗവൺമെന്റ് ഓഫ് കേരളയിൽ ദേ ഹാവ് എൻ എക്സാം ആൻഡ് സെലക്ടഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഗിവൻ ടു അസ്. ബാക്കി ആൾക്കാർക്ക് ദേ കൻ കം ഹിയർ ആൻഡ് വി കണ്ടക്ട് എ ഇന്റർവ്യൂ ആൻഡ് എക്സാം ഹിയർ. ആൻഡ് അതിൽ ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ ദേ കൻ ജോയിൻ ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ഇൻ അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി. പിന്നെ BSc ഒപ്റ്റോമെട്രി ഉണ്ട്. BSc ഒപ്റ്റോമെട്രി ആൻഡ് MSc ഒപ്റ്റോമെട്രി, ഇത് രണ്ടും അഡ്മിഷൻ ഇസ് ത്രൂ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ കുഹാസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. അതിലും 50% admission is through Government of Kerala
and 50% is management seats. അപ്പോൾ ഈ മാനേജ്മെന്റ് സീറ്റ്സിന് ഇവിടെ വന്നിട്ട് we conduct our own interview and our own tests. അതിൽ if we find you competent enough as well as we find that your attitude and aptitude is good enough, then we select you here. അല്ലാതെ നേരെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു ഇന്റർവ്യൂ ബോർഡ് കണ്ടക്ട് ചെയ്യും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇഫ് യു ആർ അപ് ടു ദ മാർക്ക് വി സെലക്ട് യു. യെസ്, ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരമൊരു മികവ് തന്നെയാണ് അഹല്യയെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അഹല്യ ഐ ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ റിസർച്ച് സെൻറ്റർ, ഈ രണ്ട് സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ കോഴ്സുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? റൈറ്റ്. അഹല്യ ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ the only eye hospital in Kerala that is accredited by the Joint Commission International. Joint Commission International എന്ന് പറഞ്ഞ ഒരു അക്രഡിറ്റേഷൻ ഏജൻസി ഉണ്ട്. അതിൽ കേരളത്തിൽ ഒറ്റ ഐ ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുള്ളൂ. അത് അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാടിന് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. ഈ അക്രഡിറ്റേഷൻ ഫ്രം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഇൻ ദ US. നൗ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഞങ്ങൾ നടത്തുന്ന കോഴ്സസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫെലോഷിപ്പ് ഇൻ വിട്രിയോ റെറ്റിനൽ സർജറി ഉണ്ട്. ഈ ഫെലോഷിപ്പ് ഇൻ വിട്രിയോ റെറ്റിനൽ സർജറി ഈസ് ഓൺലി അവൈലബിൾ ഇൻ 4 hospitals in India. In the whole country, only 4 hospitals have fellowship in vitreoretinal surgery. അതിൽ ഒന്ന് അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. അതിൻ്റെ അഡ്മിഷൻ is through an entrance examination conducted by the Government of India for the fellowship program in vitreoretinal surgery. Similarly, we have a post-graduation program in ophthalmology called DNB Ophthalmology, Diplomate of the National Board in Ophthalmology. That is also, admission is completely merit based, conducted by the Government of India. Government of India il nammal apply ചെയ്ത് ഇതിന്റെ എക്സാം സാധാരണ വരുന്ന ജാനുവരി, എൻട്രൻസ് എക്സാംസ് വരുന്ന ജാനുവരി ഇല്ല ഈ DNB പ്രോഗ്രാമിന്റെ. FNB പ്രോഗ്രാമിന്റെ ഫെലോഷിപ്പ് പ്രോഗ്രാം യൂഷ്വലി ഇറ്റ് കംസ് അറൌണ്ട് സെപ്റ്റംബർ. അത് ഇതിലെ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഇതല്ലാതെ ഈ രണ്ട് കോഴ്സസ് അല്ലാതെ ഞങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് നഴ്സിംഗ് ഉണ്ട്. ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് നഴ്സിംഗ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഹു ഹവ് പാസ് 10th standard, who want to join and learn ophthalmic nursing, specified ophthalmic nursing, അവരെ നമ്മൾ എടുത്തിട്ട് അത് അഡ്മിഷൻ ഇവിടെ ഡയറക്റ്റ്ലി അഡ്മിഷൻ കിട്ടും. ആ ഒരു പ്രോഗ്രാമത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തൊട്ട് സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ അവർ ഇന്ന് ജോയിൻ ചെയ്താൽ ഇന്ന് തൊട്ട് അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് സ്റ്റൈപ്പൻഡ്, ഈ കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്, റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ കോഴ്സ് 2 വർഷം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് 2 വർഷം കൂടി വേണമെങ്കിൽ ഞങ്ങളുടെ കൂടി അവർക്ക് ജോലി ചെയ്യാം at a higher salary. They will get a salary of an ophthalmic nurse when they work with us. അത് കഴിഞ്ഞിട്ട് അവർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ we take them to our hospitals abroad in the United Arab Emirates. So there is a career progression. അപ്പം 10th ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊരു വൊക്കേഷണൽ കോഴ്സിന് പോകണമെങ്കിൽ we can select and come for diploma in ophthalmic nursing. This is a 1-year course, 2-year course with a 2-year bond. അപ്പം total 4 years. But from the very first day you will be getting stipend which will be paid to you by Ahilya. And after you complete 2 years, you will get a job as an ophthalmic nurse in, we have 19 hospitals in Kerala. So you will get a job in one of the hospitals in Kerala and you will be paid the salary of an ophthalmic nurse in these hospitals. Other than these, in our eye hospital, we have other diploma courses. Because we are JCA accredited, we have other diploma courses like diploma in medical records keeping. Diploma in medical records keeping, it's a 1-year course. അതിൻ്റെ ക്വാളിഫിക്കേഷനും 10th പാസ്സാ അല്ലെങ്കിൽ +2. അതിൽ it's a 1-year course and after 1 year you can get a job anywhere managing the medical records of every hospital. ഇപ്പം നമ്മൾ ഇന്ത്യയിലെല്ലാം ഹോസ്പിറ്റൽസും ഇപ്പം മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കാണും. ദാറ്റ് ഇസ് കോൾഡ് ദ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. അവിടുത്തെ ഡിപ്ലോമ കോഴ്സ് ഇവിടുന്ന് പാസ്സായ യു ക്യാൻ ഗെറ്റ് എ ജോബ് ഇൻ ആൻഡ്
manage this in any hospital, or you can even try and go abroad, which sometimes we ourselves take you abroad, because when we have vacancies abroad, we take our own students, we give our preference to our own students first. Other than this, we have something called diploma in optical fit-in and surfacing. Optical fit-in and surfacing എന്ന് വെച്ചാൽ that is also the qualification for entry is 10th or 12th pass. So what we do in optical surfacing is that you have a course that runs for 3 months and you have a 6-month internship. Internship samayathe you will be given a stipend, but during the initial 3 months there is no stipend. ഇതെന്ന് വെച്ചാൽ കണ്ണാടി എങ്ങനെ ഉണ്ടാക്കും, കണ്ണാടി എങ്ങനെ ഫിറ്റ് ചെയ്യും, കണ്ണാടി എങ്ങനെ കൊടുക്കും. അപ്പം നമുക്കിത് പാസ്സായി കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ കണ്ണാടി കടകളുണ്ട്. ഇവർക്കൊക്കെ ഇതിനു വേണ്ടിയ ഫിറ്റേഴ്സ് വേണം, കണ്ണാടി എങ്ങനെ ഫിറ്റ് ചെയ്യും, എങ്ങനെ ഉണ്ടാക്കും, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഈ ഡിപ്ലോമ ഇൻ ഒപ്റ്റിക്കൽ ഫിറ്റ് ഇൻ ആൻഡ് സർഫസിൽ. അല്ലാതെ ഐ ഹോസ്പിറ്റലിലുള്ള ഡിപ്ലോമ കോഴ്സസ് we have a diploma in anesthetic technician course, which is recognized by the government of India, and this course you can join anesthesia course in assist ചെയ്യാനായിട്ട് നമ്മളെ മരവിപ്പിക്കുകയോ മയക്ക് ചെയ്യുന്ന പ്രൊസീജിയറിന്റെ പേര് അനസ്തീഷ്യ. ഡോക്ടർ, ഒരു നിമിഷം, കണ്ണൂരിൽ നിന്നും രമേശ് എന്നുള്ള ഒരു പ്രേക്ഷകൻ നമ്മളൊപ്പം ചിരിക്കുകയാണ്. ഡോക്ടറെ കേൾക്കാമോ? ഇപ്പോൾ കണ്ണൂരിൽ നിന്നും രമേശ് എന്നുള്ള ഒരു പ്രേക്ഷകൻ ചിരിക്കുകയാണ്. കേൾക്കാം രമേശ്, ചോദിച്ചോളൂ. കേൾക്കാം. ഹലോ രമേശ്, കേൾക്കാമോ? ഹലോ സാറേ, നമ്മൾ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ചോദിച്ചോളൂ. നമ്മള് നമ്മളിപ്പോ ടി വിയിൽ അതിന്റെ പരസ്യം കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്. എഡ്യു ലൈവിലേക്ക് വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ നമ്പർ കണ്ടുകൊണ്ട് വിളിച്ചതാണ്. എന്റെ മകളിപ്പോ +2 കഴിഞ്ഞതാണ്. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എവിടെയും കിട്ടിയില്ല. അത് നിങ്ങളെ ഇത് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തെല്ലാം അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ. റൈറ്റ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ ഡയറക്ട്ലി അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട് കോൺടാക്ട് ചെയ്താൽ മതി. അഹില്യ പാലക്കാട് അഹില്യ ഫൗണ്ടേഷൻ ഐ പാലക്കാട് കോൺടാക്ട് ചെയ്താൽ മതി. രാവിലെ ഒരു 10 മണി ഈ നമ്പർ തന്നെയാ കോൺടാക്ട് ചെയ്യുക. സാറേ ഈ അഹില്യ ഫൗണ്ടേഷൻ അത് 754 420 കാണിക്കുന്നുള്ളൂ. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കോഡ് നമ്പർ അടിച്ചിട്ട്. അല്ല രമേശ്, ഇത് പാലക്കാടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഈ അഹ്ലിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു നമ്പർ ലഭിക്കും. ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടാവുന്നതാണ്. ശരി. സാർ, അതില് നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് +2 കഴിഞ്ഞ കൂട്ടർക്കാണോ അത് അപേക്ഷ പഠിക്കേണ്ടത്? +2 കഴിഞ്ഞ ആൾക്കാർക്ക് +2. ഇപ്പം കുട്ടിക്ക് എന്തോ ഇൻട്രസ്റ്റ്? കുട്ടിക്ക് ഇപ്പോ സയൻസ് ആയിരുന്നു എടുത്തത്, മെഡിക്കൽ വിഭാഗത്തില് +2 പാസ്സായില്ലേ? അപ്പം +2 പാസ്സായ കുട്ടിക്ക് ഈ പല തരത്തിലെ കോഴ്സ് ഉണ്ട് ഇവിടെ. അപ്പം അത് നിങ്ങൾ ആ സൈറ്റിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ശരി, ഏതായാലും വിളിച്ചതിന് നന്ദി രമേശ്. ഡോക്ടർ, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞതിന് ശേഷം. ഡോക്ടർ സജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതയുള്ള അനവധി കോഴ്സുകളാണ് ഈ 2 സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകാം വളരെ മികച്ച ഒരു ക്യാമ്പസാണ്, അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഒരു ഫെസിലിറ്റീസിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഞങ്ങളുടെ ക്യാമ്പസ് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ക്യാമ്പസാണ് ഇൻ പാലക്കാട്. അതിൽ പല മൾട്ടി കോളേജസ് ഉണ്ട്. ഈ ക്യാമ്പസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പബ്ലിക് സ്കൂളുണ്ട്, ഫാർമസി കോളേജ് ഉണ്ട്, ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്, ആൻഡ് അഹില്യ സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. അതല്ലാതെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ ഐ ഹോസ്പിറ്റൽ ഉണ്ട്, ഡയബറ്റിക് ഹോസ്പിറ്റൽ ഉണ്ട്, വുമൻസ് ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ക്യാമ്പസിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്. കംപ്ലീറ്റ്ലി ഗ്രീൻ ക്യാമ്പസ് വിത്ത് ഫുൾ ടൈം
you have electricity full time, you have water, there is no problem, no pollution, and we have our own buses that take you from the campus to the town or to anywhere you want. അതുപോലെ തന്നെ ഈ ക്യാമ്പസിനകത്ത് IIT പാലക്കാടും സിറ്റുവേറ്റഡ്. IIT-കാർ പാലക്കാടിൽ സെലക്ട് ചെയ്ത ആപ്പ് സ്ഥലമാണ് IIT അഹിലയുടെ ക്യാമ്പസ്. അതുപോലെ അഹില ക്യാമ്പസിൽ വി ഹാവ് ലേക്ക് ഹൗസസ്, വി ഹാവ് എ ഹെറിറ്റേജ് വില്ലേജ്. ഇതെല്ലാം ഒരു വലിയൊരു ക്യാമ്പസിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നാലും പഠിത്തം അല്ലാതെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് റിലേഷൻസ്, you can build a lot of relations which will help you in future. Similarly, we are very eco-friendly. We are the only campus in Kerala that generates our own electricity and water. We have our own windmills that generates electricity. അതുപോലെ we are setting up a big solar plant for generating electricity in the campus, and we have around 8 to 9 water bodies in the campus. അപ്പം വെള്ളത്തിനും ക്ഷാമമില്ല, ഇലക്ട്രിസിറ്റിക്കും ക്ഷാമമില്ല. ഇറ്റ്സ് വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. അപ്പാർട്ട് ഫ്രം ദ ക്യാമ്പസ് we have wonderful library facilities all over. All the colleges have wonderful library facilities. Students can go to the libraries where they can read the books, and if they want to do something online also, it is available. And in most of the places we have given Wi-Fi connection, of course with a firewall. Wi-Fi connection is given with a firewall in most of the places so that they can access their courses online also. ഡോക്ടർ, ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം തന്നെ സ്വാഭാവികമായും പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാകും. ഇപ്പോൾ കൊറോണയുടെ പശ്ചാത്തലമാണ്, ഇപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന രീതിയിൽ അതിനൊരു വ്യക്തത നൽകാമോ? ഇപ്പം അഡ്മിഷൻ എന്ന് വെച്ചാൽ ഇപ്പം മോസ്റ്റ് ഓഫ് ദ അഡ്മിഷൻസ് ആർ ഗോയിങ് ഓൺ. തുടങ്ങിക്കഴിഞ്ഞു അഡ്മിഷൻസ് എല്ലാം. എനിക്ക് തോന്നുന്നത് ഈ കൊറോണ കാരണം ചിലപ്പോൾ ഡിസംബർ വരെ അഡ്മിഷൻസ് പോവായിരിക്കും. എന്നുവെച്ചാൽ ഗവൺമെൻറ് സീറ്റ്സ് ഇതുവരെയും അലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഗവൺമെൻറ് സീറ്റ്സ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷന് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് ഗവൺമെൻറ് സീറ്റ്സ് വേണമെങ്കിൽ, അഡ്മിഷൻ വേണമെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പ് വന്ന് എടുക്കണം. അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ്സ് കിട്ടത്തില്ല. എന്നുവെച്ചാൽ there will be a big demand for management seat. So yes, ഡോക്ടർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ആദർശ് എന്ന പ്രേക്ഷകൻ ചിരിക്കുകയാണ്. ആദർശ്, ചോദിച്ചോളൂ. ഹലോ സാർ, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ചോദിച്ചോളൂ, കേൾക്കാം. സാർ, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അവര് DMLT കഴിഞ്ഞ് ഇപ്പൊ BSc MLT പർസ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ കോഴ്സ് എവിടെയുണ്ട്, അതിന്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് പറയാമോ? BSc MLT ഇവിടെ ഉണ്ട്. ആൻഡ് ഫീസ് സ്ട്രക്ചർ ഇസ് ഗവൺമെന്റ് ഫീസ് സ്ട്രക്ചർ. നമുക്ക് BSc MLTക്ക് നമുക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാനൊക്കത്തില്ല. ഗവൺമെന്റ് പറയുന്ന സ്ട്രക്ചറിലെ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ. ഗവൺമെന്റ് മാനേജ്മെന്റ് സീറ്റിന് ഇത്ര എടുക്കാനൊക്കത്തുള്ളൂ, മെറിറ്റ് സീറ്റിന് ഇത്ര എടുക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും എടുക്കാനൊക്കത്തില്ല. സോ യു ജസ്റ്റ് ഹാവ് ടു കോൺടാക്ട് അസ് in Ahilya, but BSc MLT is definitely available. മാനേജ്മെന്റ് സീറ്റിൽ എത്ര എന്ന് പറയാൻ പറ്റുമോ ഫീസ് മാനേജ്മെന്റ്? എനിക്ക് എക്സാക്ട് ഫീ എമൗണ്ട് എനിക്ക് MLTയുടെ അറിയത്തില്ല. ബട്ട് എനിക്ക് ഒപ്റ്റോമെട്രിയുടെ ഏകദേശം മാനേജ്മെന്റ് ഫീ ഞാൻ പറയാം. ഒപ്റ്റോമെട്രിയുടെ ഞാൻ പറയുന്നത് ഇറ്റ് കംസ് ടു അറൌണ്ട് 65,000 per year. ഓക്കെ സാർ. സാർ, ഇത് ഒപ്റ്റോമെട്രിയുടെ സാർ, ഇത് ഒരു ട്യൂഷൻ ഫീ. സാർ, ഈ BSc MLT പഠിക്കുമ്പോൾ ഇത് 4 വർഷം പഠിക്കേണ്ടി വരുമോ, അല്ല ഒരു 2 വർഷം മാത്രമാണോ? അല്ല, അതെനിക്ക് പറയാനൊക്കത്തില്ല. വെച്ചാൽ MLT ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു വിഷയമല്ല. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ ഇവിടെ അഖിലയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. താങ്ക് യു വെരി മച്ച്. യെസ്, നന്ദി ആദർശ്, ഈ ഒരു സമയം വിളിച്ചതിന്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ ഒരു കോഴ്സിൻ്റെ ജോലി സാധ്യതയുമായി ബന്ധപ്പെട്ട് അത് സ്വദേശത്തും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദാംശങ്ങൾ കൂടി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇപ്പം ഞാനിപ്പം ഐ ഹോസ്പിറ്റലിന്റെ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇപ്പം ഞങ്ങൾ ആശുപത്രിയിൽ അബ്സോർബ് ചെയ്തിട്ട്
അവർക്ക് ജോയിൻ ചെയ്യണ്ടെങ്കിൽ മാത്രമേ അവർ വെളിയിൽ പോകുന്നുള്ളൂ. പക്ഷെ മിക്കവാറും എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒപ്റ്റോമെട്രി കഴിഞ്ഞ പിള്ളേരും ഞങ്ങൾ തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിൽ 19 കണ്ണാശുപത്രികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ അബ്സോർബ് ചെയ്യാൻ വയ്യാത്ത ചില ആൾക്കാർ കാണും. അപ്പോൾ അവരെ നമുക്ക് വേക്കൻസി ഉള്ളപ്പം ഞങ്ങൾ അവരെ വിളിക്കും. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിനാണ് കൊടുക്കുന്നത്. പക്ഷെ അബ്സോർബ് ചെയ്യുന്ന മാക്സിമം ഞങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അവർ വേറെ സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല മികച്ച ജോലി ചെയ്യുന്ന ഒപ്റ്റോമെട്രി കുട്ടികളും ഒഫ്താൽമിക് നഴ്സിംഗ് കുട്ടികൾക്ക് ഞങ്ങൾ വി ടേക്ക് ദം അബ്രോഡ് ബിക്കോസ് വി ഹാവ് ഹോസ്പിറ്റൽസ് ഇൻ ദ UAE. അപ്പം അവർക്ക് അവിടെ അബ്രോഡിലേക്ക് പോകാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഒരു 2 വർഷം ഇവിടെ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് അവർ പെർഫോമൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അബ്രോഡും ഞങ്ങൾ കൊണ്ടുപോകും. അബ്രോഡ് കൊണ്ടുപോയി അവിടെ അവർക്ക് ജോലി ചെയ്യാൻ ഒക്കും. യെസ് ഡോക്ടർ, നമുക്ക് തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്, അതിനുശേഷം തിരികെ വരാം. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെൻറ്റർ പ്രിൻസിപ്പലും ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, നേരത്തെ ആദർശം അങ്ങനെയുള്ള പ്രേക്ഷകർ ചോദിച്ച ഒരു സംശയങ്ങളുണ്ട്. ഈ പല രീതിയിലുള്ള കോഴ്സുകളുണ്ട്, പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്. പലതിനും പല രീതിയിലുള്ള അടിസ്ഥാന യോഗ്യതകളുമാണ്. +2 കഴിഞ്ഞ് അങ്ങനെയുള്ള ഏതൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള കോഴ്സുകളാണ് ഈ 2 സ്ഥാപനങ്ങളിലും ഉള്ളത്? റൈറ്റ്. +2 കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ജോയിൻ ചെയ്യാവുന്ന കോഴ്സസ് ഞാൻ ഈ പറഞ്ഞ ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി, ബാച്ചിലേഴ്സ് ഇൻ ഓപ്റ്റോമെട്രി കോഴ്സസ്. 10th കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാവുന്ന കോഴ്സസാ ഈ ബാക്കിയുള്ള കോഴ്സസ് ഞാൻ പറഞ്ഞത്. ആ ബാക്കിയുള്ള കോഴ്സസിൽ ഡിപ്ലോമ ഇൻ ഒപ്റ്റിക്കൽ സർഫസിൻ ആൻഡ് ഫിറ്റിൻ വരും, ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് കീപ്പിൻ വരും, ഡിപ്ലോമ ഇൻ അനസ്തറ്റിക് ടെക്നീഷ്യൻസ് വരും, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി വരും, ഡിപ്ലോമ ഇൻ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി വരും, ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി വരും. അപ്പം 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് 12th കഴിഞ്ഞിട്ടും ഒന്ന് 10th കഴിഞ്ഞിട്ടും. അപ്പം യെസ് ഡോക്ടർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മണികണ്ഠൻ എന്നുള്ള പ്രേക്ഷകൻ ചേരുകയാണ്. മണികണ്ഠൻ, പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ നമസ്കാരം. യെസ് സർ, പറഞ്ഞേട്ടെ സാറേ. നമസ്കാരം. അതെ സാറേ, ഞാൻ ചോദിക്കുന്നത് സാറേ, ഇപ്പം ഇതിനകത്ത് സാറേ ഇതിനെപ്പറ്റി പറയാനുണ്ട് സാറേ. ആയുർവേദത്തിന്റെ BMS ബാച്ചിലർ ഓഫ് അതെ 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 അതിനെപ്പറ്റിയും ഫാർമസിയെ പറ്റിയും ചോദിക്കുന്നായിരുന്നു. ബാച്ചിലേഴ്സ് ഓഫ് ആയുർവേദിക് മെഡിസിനും ഉണ്ട്, ബാച്ചിലർ ഇൻ ഫാർമസിയും ഉണ്ട് ഇവിടെ. അത് മെറിറ്റ് സീറ്റ് വേണമെങ്കിൽ ത്രൂ ഗവൺമെന്റ് ഓഫ് കേരള വരണം. മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിൽ നിങ്ങൾ നേരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ അതിനുള്ള ഇന്റർവ്യൂവും കാണും, എക്സാമും കാണും. അത് കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ മതി. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. യെസ്, നന്ദി മണികണ്ഠൻ, ഈ ഒരു സമയം വിളിച്ചു. താങ്ക് യു ഡോക്ടർ, ഇവിടെ ഈ 2 സ്ഥാപനങ്ങളിലെയും വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെട്ട്, കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യതകളാണുള്ളത്. നമ്മുടെ പരമ്പരാഗതമായ ഒരു പാഠ്യ രീതികളിൽ നിന്നും വിഭിന്നമായി ഇപ്പോൾ എല്ലാവരും ഒരു കോഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ ജോലി സാധ്യത, അതാണ് രക്ഷിതാക്കളും പഠിക്കുന്നവരും നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഈ കോഴ്സുകളുടെ ഒരു സാധ്യത ഏത് രീതിയിലാണ്? അതെ, ഞങ്ങളിവിടെ തുടങ്ങി വെച്ച് നടത്തുന്ന കോഴ്സസിനെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പം മെഡിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം കോവിഡ് ഉള്ളതുകൊണ്ട് മെഡിക്കൽ ഫീൽഡും പാരാമെഡിക്കൽ സ്റ്റാഫും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോകത്തിൽ. അപ്പം ഇത്തരം വേക്കൻസീസ് ഇഷ്ടംപോലെ വരാൻ പോകുന്നുണ്ട്. ഈ കോവിഡ് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബൂം. എന്നുവെച്ചാൽ ഒരുപാട് പാരാമെഡിക്കൽ സ്റ്റാഫും ഒരുപാട് മെഡിക്കൽ സ്റ്റാഫും വേണ്ടി വരും ആഫ്റ്റർ ദിസ് എപ്പിഡമിക് ഓഫ് കോവിഡ് കംസ്. അതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലുള്ള കോഴ്സസായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പാസ്സാകുന്ന ആൾക്കാർക്ക് ഇപ്പം ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറെ കോഴ്സസൊക്കെ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന കോഴ്സസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ഥിതി
നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോളേജസ് എക്സ്പെഷ്യലി എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ പാസ്സായി കഴിഞ്ഞിട്ട് ദേ ഡോണ്ട് ഹാവ് എനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഈ കോഴ്സസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, കേരളത്തിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് ദീസ് ആർ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ്. മറ്റേ ടെക്നിക്കൽ കോഴ്സസിൻ്റെ മെയിൻ ഡ്രോബാക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടെക്നിക്കൽ കോഴ്സസ് job opportunities in Kerala is very less. You have to go outside Kerala. You may be a very good, very skilled person, പക്ഷേ കേരളത്തിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെരി വെരി മിനിമൽ. ബട്ട് ദീസ് കോഴ്സസ് ഞങ്ങൾ ഈ നടത്തുന്ന കോഴ്സസിൽ അറ്റ് പ്രസന്റ് കേരളത്തിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസാണ് അഹില ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും സ്വന്തം സ്ഥാപനങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും അനന്തമായൊരു സാധ്യതയാണുള്ളത് അല്ലേ? ഒക്കും. യെസ്, ഒക്കും. അതെ, അതൊന്ന് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ വിദേശ രാജ്യങ്ങളിലടക്കം ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട ഈ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങിയവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധ്യതകളോട് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങാൻ, അങ്ങനെയുള്ള ആ ഒരു വിഷയം ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? റൈറ്റ്. ഇപ്പം ഞങ്ങളുടെ BSc ഓപ്റ്റോമെട്രി കോഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആ ഡിഗ്രി പാസ്സായി നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ജോലി ചെയ്യാം. പക്ഷെ ആ ഡിഗ്രി കൊണ്ട് നമുക്ക് വെളിയിൽ പോയാൽ ലൈസൻസിന് എക്സാം എഴുതേണ്ടി വരും. അപ്പം ഞങ്ങളുടെ കോളേജ് എന്ന് വെച്ചാൽ കേരളത്തിലെ only one optometry college has linked up with the British Society of Opticians and Dispensing Opticians, British Society of Dispensing Opticians, and അവരുടെ കോഴ്സ് ഫെലോഷിപ്പ് ഓഫ് ദ ബ്രിട്ടീഷ് ഡിസ്പെൻസിങ് അസോസിയേഷൻ. അപ്പം ആ ഡിഗ്രി നമ്മൾ BSc ഓപ്റ്റോമെട്രി ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതും ചെയ്യാം. അല്ലാതെ അതിന് സെപ്പറേറ്റ് ടൈം അല്ല. നമ്മളിത് 4 ഇയറിൽ ഇത് ചെയ്യുമ്പം ദാറ്റ് ഈസ് എ 2 year കോഴ്സ്. നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അതും ചെയ്യാം. എന്നിട്ട് അവർ വെളിയിൽ നിന്നുള്ള ആൾക്കാർ പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് അവർ ദേ വിൽ കം ഫ്രം ബ്രിട്ടൻ and they will conduct the practical exam here after every year. ഈ FBDO കോഴ്സും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ BSc ഓപ്റ്റോമെട്രി ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, ഓൾ കോമൺവെൽത്ത് കൺട്രീസ് ഇൻ ദ വേൾഡ് നമുക്ക് അവിടെ പോയി ഒന്നിൽ നമുക്ക് സ്വന്തമായിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഏത് ഒപ്റ്റിക്കൽ ഷോപ്പിൽ നമുക്ക് കയറാം. അല്ലാതെ ഈ FBDO ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പം ആ കൺട്രിയുടെ ഒരു ലൈസൻസിന് എക്സാം ഉണ്ട്. ആ ലൈസൻസിന് എക്സാം പാസ്സായാലേ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇത് അഹില സ്കൂൾ ഓഫ് ഓപ്റ്റോമെട്രിയിൽ ഇത് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈസൻസിന് എക്സാമും വേണ്ട, നേരെ പോവുക, നേരെ ജോയിൻ ചെയ്യുക. അതായത് ഈ മാറി വരുന്ന തൊഴിൽ സാധ്യതകൾ, അഭിരുചികൾ, അതിന് അനുസരിച്ചുള്ള എല്ലാവിധ കോഴ്സുകളും ഈ ഒരു അഹില്യയിൽ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും സുരക്ഷിതമായ ഭാവി ഉറപ്പുവരുത്താമല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. യെസ്. അഹില്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെൻറ്റർ പ്രിൻസിപ്പലും ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബാണ് ഇന്ന് നമ്മോടൊപ്പം എജുലേവിൽ അതിഥിയായി ചേർന്നത്. വളരെയധികം നന്ദി ഡോക്ടർ, ഈ ഒരു സമയം ഇത്രയും വിലപ്പെട്ട ഒരു പല കാര്യങ്ങളും നമ്മളോട് പങ്കുവച്ചതിന്, ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിനും. എജുലേവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.